എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. 2026 ജൂലൈ മാസം തുലാം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാർത്ഥികളുടെ പഠനം, ആരോഗ്യം എന്നിവയെല്ലാം ഈ മാസം എങ്ങനെയായിരിക്കും, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികൾ, ഇവയെല്ലാം കൃത്യമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ മാസത്തെ പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജൂലൈ 16 വരെ സൂര്യൻ നിങ്ങളുടെ 9ാം ഭാവമായ മിഥുനൻ രാശിയിലും അതിനുശേഷം 10ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ മാസം മുഴുവൻ നിങ്ങളുടെ 8ാം ഭാവമായ ഇടവൻ രാശിയിലാണ്. ബുധൻ ജൂലൈ 7-ാം തീയതി വരെ 10ാം ഭാവത്തിൽ, അതിനുശേഷം വക്രഗതിയിലായി 9ാം ഭാവമായ മിഥുനത്തിലേക്ക് മാറുന്നു. വ്യാഴം നിങ്ങളുടെ 10ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി തുടരുകയാണ്. ശുക്രൻ 11ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ്. ശനി 6ാം ഭാവമായ മീനൻ രാശിയിലും രാഹു 5ാം ഭാവത്തിലും കേതു 11ാം ഭാവത്തിലും നിലകൊള്ളുന്നു. ഈ ഒരു ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ തുലാം രാശിക്കാർക്ക് ജൂലൈ മാസം വലിയ ചില മാറ്റങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും ഒക്കെ സമയമാണ്. നമുക്കത് ഓരോന്നായി വിശദമായി പരിശോധിക്കാം. ആദ്യം തുലാം രാശിക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസം കരിയറിൽ വളരെ മികച്ചതും നിർണായകവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ 10ാം ഭാവമായ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നു. 10ാം ഭാവം എന്നാൽ കർമ്മഭാവമാണ്. അവിടെ ദേവഗുരുവായ വ്യാഴം നിൽക്കുന്നത് തൊഴിൽ രംഗത്തെ വലിയ രീതിയിലുള്ള പുരോഗതി കൊണ്ടുവരുന്നതാണ്. നിലവിൽ ജോലിയില്ലാതൊക്കെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ജോലിയിൽ പ്രമോഷനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഒക്കെ ലഭിക്കാൻ ഈ മാസം വളരെ അനുകൂലമാണ്. ജൂലൈ 16-ന് ശേഷം സൂര്യൻ കൂടി 10ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ തൊഴിൽ രംഗത്ത് ഉള്ള നിങ്ങളുടെ അധികാരമൊക്കെ വർദ്ധിക്കുന്നതും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ളൊരു പിന്തുണയൊക്കെ ലഭിക്കുന്നതുമാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം പകുതിക്കൊക്കെ ശേഷം അനുകൂലമായ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ബിസിനസ്സുകാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്ന തുലാം രാശിക്കാർക്കും ഈ മാസം നല്ല രീതിയിലുള്ള ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ അനുകൂലമായ സാഹചര്യമാണ്. എന്നാൽ ജൂലൈ 7-ന് ശേഷം ബുധനൊക്കെ വക്രഗതിയിലാകുന്നത് കൊണ്ട് വലിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോഴും പുതിയ പങ്കാളികളെയൊക്കെ കൂടെ കൂട്ടുമ്പോഴും ഒക്കെ ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ധൃതി പിടിച്ച തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം കൂടുതൽ ഓർഡറുകളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. അടുത്തായി നമ്മൾ നോക്കുന്നത് സാമ്പത്തികമാണ്. സാമ്പത്തികമായി തുലാം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുക. നിങ്ങളുടെ ലാഭഭാവമായ 11ാം ഭാവത്തിലെ ഭാഗ്യദായകനായ ശുക്രനും കേതുവും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായി പല വഴികളിലൂടെയും നിങ്ങൾക്ക് പണം വന്നു ചേരും. കുടിശ്ശികയായിട്ടൊക്കെ കിടന്നിരുന്ന പണം തിരികെ ലഭിക്കാനും പൂർവിക സ്വത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നൊക്കെയോ അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ 8ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 8-ലെ ചൊവ്വ അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി സംബന്ധമായ ചിലവുകൾ, അതുപോലെ വാഹന റിപ്പയറിങ് എന്നിവയ്ക്കൊക്കെ ആയിട്ട് പണം ചിലവഴിക്കേണ്ടതായും വന്നേക്കാം. അതുകൊണ്ട് വരവൊക്കെ ഉണ്ടാകുമെങ്കിലും കൃത്യമായ ഒരു ബഡ്ജറ്റ് സൂക്ഷിച്ചില്ലെങ്കിൽ പണം എങ്ങോട്ട് പോയി എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അനാവശ്യമായ ആഡംബരങ്ങളൊക്കെ ഈ മാസം ഒഴിവാക്കേണ്ടതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ കുടുംബത്തിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെയൊക്കെ കണ്ടെത്താനും സാധിക്കുന്നതാണ്.
ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അതൊന്നും വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കാനൊക്കെ വകയുണ്ടാകുന്നതാണ്. ഈ പ്രണയിക്കുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രണയ ജീവിതമൊക്കെ നയിക്കുന്നവർക്ക് ഈ മാസം ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. രാഹു 5-ൽ നിൽക്കുമ്പോൾ പ്രണയ പങ്കാളികൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. തുറന്ന് സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾ ഈ മാസം അല്പം കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. 5-ാം ഭാവത്തിലെ രാഹുവിൻ്റെയൊക്കെ സാന്നിധ്യം കാരണം ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം. മനസ്സെപ്പോഴും ചഞ്ചലമാകാനും അതുപോലെ സോഷ്യൽ മീഡിയയും മറ്റ് വിനോദങ്ങളിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂലൈ 7 വരെ ബുധൻ്റെ നല്ല സ്ഥാനവും വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതിനാൽ ബുദ്ധിശക്തിക്കൊന്നും കുറവുണ്ടാകില്ല. നിങ്ങൾ കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ വലിയ വിജയങ്ങളൊക്കെ നേടാനും സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂല സമയമാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുലാം രാശിക്കാർ ഈ ജൂലൈ മാസം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ളൊരു ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ചൊവ്വ 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 8-ലെ ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അപകടങ്ങൾക്കോ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതിനാൽ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക, വേഗതയൊക്കെ കുറച്ച് പോവുക. അതുപോലെ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ ഈ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വയറ് സംബന്ധമായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ യഥാസമയത്തൊക്കെ മരുന്ന് കഴിക്കുകയും കൃത്യമായ ഭക്ഷണക്രമമൊക്കെ പാലിക്കുകയും ചെയ്യുക. ഗ്രഹങ്ങളുടെയൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും അതുപോലെ ജൂലൈ മാസത്തിൽ നല്ല ഫലങ്ങളൊക്കെ കൂടുതൽ ലഭിക്കാനും തുലാം രാശിക്കാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. 8-ലെ ചൊവ്വയുടെയൊക്കെ ദോഷം മാറാൻ ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്തോത്രമൊക്കെ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ 10-ലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടൊക്കെ ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്കൊക്കെ കത്തിക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ രാഹുവിൻ്റെ ദോഷപരിഹാരങ്ങൾക്ക് നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതും നല്ലതാണ്. അതുപോലെ ദിവസവും രാവിലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ജൂലൈ 16-നൊക്കെ ശേഷമുള്ള സൂര്യൻ്റെ മാറ്റം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകാനും സഹായിക്കുന്നതാണ്. ചെറിയ ചില ശ്രദ്ധക്കുറവുകളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ 2026 ജൂലൈ മാസം നിങ്ങൾക്ക് കരിയറിലും സാമ്പത്തികത്തിലും വലിയ മുന്നേറ്റങ്ങളൊക്കെ തരുന്ന ഒരു മാസമാണ്. തടസ്സങ്ങളെയൊക്കെ ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.